വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരനും ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് പത്മജയും മത്സരിക്കുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ തീപാറുന്ന ഒരു പോരാട്ടത്തിനായിരിക്കും കേരളം, പ്രത്യേകിച്ചും തലസ്ഥാന ജില്ല സാക്ഷ്യം വഹിക്കുന്നത്. എന്താണ് ഇതേക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? കുറച്ച് നാളുകളായി തന്നെ നാം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ബി ജെ പി ലക്ഷ്യമിടുന്നത് തങ്ങളുടെ വിജയത്തിനേക്കാൾ കെ മുരളീധരൻ്റെ പരാജയമാണ്. അതിനെക്കുറിച്ച് അവർ പരസ്യമായി തന്നെ പലതവണ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരുന്നു. അന്ന് വടകരയുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹം പറയുന്നത്, ഇനി കെ മുരളീധരൻ വിജയിക്കുന്നത് കാണാമെന്ന്. അത് തന്നെയാണ് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേമത്ത് പരാജയപ്പെടുന്നു, തൃശ്ശൂരിൽ പരാജയപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം ഒരു സീറ്റില്ലാത്ത ഒരു അനാഥ പ്രേതത്തിനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അവസാന ഘട്ടത്തിലാണ് തൃശ്ശൂരിലെ പരാജയത്തിന് ശേഷം അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇനി വട്ടിയൂർക്കാവിലെ മത്സരിക്കുകയുള്ളൂ എന്ന രീതിയിൽ. അദ്ദേഹം പാലക്കാട് മത്സരിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു, പക്ഷെ അത് പരാജയപ്പെട്ടു പോയി. അത് അവിടുത്തെ പാർട്ടിക്കാർ തന്നെ ആവശ്യപ്പെട്ടെങ്കിൽ അതൊന്നും ഒരു സേഫ് അല്ലല്ലോ, അതൊരു ലോട്ടറി പോലെ ലഭിക്കുന്നതാണ്. മറിച്ച് അദ്ദേഹം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം വിജയിക്കാൻ ആഗ്രഹിക്കുന്ന വട്ടിയൂർക്കാവിനാണ്. അത് തൃശ്ശൂരിലെ പരാജയത്തിന് ശേഷം തന്നെ അദ്ദേഹം വട്ടിയൂർക്കാവിലേക്ക് മാറുകയും തിരുവനന്തപുരം ജില്ലയിലെത്തുകയും അവിടെ നിരന്തരം പ്രവർത്തിക്കുകയുമാണ്. ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ താങ്കൾ വട്ടിയൂർക്കാവ് മത്സരിക്കുകയാണെങ്കിൽ താങ്കൾ സഹോദരിയെ നേരിടൂ എന്ന രീതിയിൽ ബി ജെ പിയുടെ പുതിയ നയം വന്നിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് വലിയ രീതിയിൽ തിരിച്ചടിയാകും. ശരിയായ ഒരു രാഷ്ട്രീയ കരുനീക്കമാണ്. അതെ, അദ്ദേഹം ബി ജെ പി വിരോധിയായി അല്ലേ, വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ബി ജെ പിക്കാർക്ക് അദ്ദേഹത്തിനോട് കൃത്യമായ ഒരു രാഷ്ട്രീയ വിരോധമുണ്ട്. കാരണം നേമത്ത് അദ്ദേഹം വന്ന് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ കുമ്മനം രാജശേഖരൻ അവിടെ ജയിച്ചു പോയേനെ. ആ ജയം തടഞ്ഞത് SDPI-യോ LDF-ഓ ശിവൻകുട്ടിയോ ഒന്നുമല്ല, മറിച്ച് കെ മുരളീധരനാണ് എന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരിച്ചറിവ് ബി ജെ പിക്കാർക്കിടയിൽ വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരളത്തിൽ എവിടെ മത്സരിച്ചാലും അദ്ദേഹത്തെ തോൽപ്പിക്കുക എന്നുള്ളത് ബി ജെ പി ഒരു വ്രതമായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. അതിൻ്റെ ആദ്യ തിരിച്ചടിയാണ് നാം തൃശ്ശൂരിൽ കണ്ടതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിലെ പാർട്ടിക്കും വേണ്ട, അണികൾക്കും വേണ്ട, ആർക്കും വേണ്ട. ഇടക്കാലത്ത് എല്ലാവരും പറയുന്നത് കേൾക്കാം, കെ മുരളീധരൻ എന്തോ വലിയ നേതാവാണെന്ന്. അദ്ദേഹം പരാജയപ്പെടാത്ത ജില്ല ഏതുണ്ട്? അദ്ദേഹം കോഴിക്കോട് പരാജയപ്പെട്ടിട്ടുണ്ട്, വയനാട്ടിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, തൃശ്ശൂരിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, ഇങ്ങ് തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പരാജയപ്പെടാൻ ഇനി ജില്ലയില്ല. ഇനി കുറച്ച് ജില്ലകളും കൂടെ ഒന്ന് കൊല്ലവും അതുവഴി ഒന്ന് ആലപ്പുഴ വഴി കറങ്ങി കണ്ണൂരിലെല്ലാം ഒന്ന് മത്സരിച്ച് പരാജയപ്പെട്ടാൽ 14 ജില്ലയിലും പരാജയപ്പെടുന്ന ഒരു നേതാവായി മാറും. പക്ഷെ അദ്ദേഹത്തിൻ്റെ പറച്ചിലോ, ബി ജെ പി ഇവിടെ മത്സരിച്ചാൽ ഇവിടെ ആരാണ് ജയിക്കുന്നത്, വി മുരളീധരനെല്ലാം അന്ന് ആക്ഷേപിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു പഞ്ചായത്തിൽ പോലും ജയിക്കാത്ത ആളാണ് എന്നെ വിമർശിക്കാൻ വരുന്നതെന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തായാലും കേരളത്തിൽ തന്നെ, കോൺഗ്രസിൽ തന്നെ ഇങ്ങനെ ഒരു നേതാവ് ഉണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ശത്രുവായ ഒരു നേതാവുണ്ടല്ലോ, രാജ്മോഹൻ ഉണ്ണിത്താൻ, അദ്ദേഹവും ഇങ്ങനെയാണ്. പല ജില്ലകളിൽ നടന്ന് നിരന്തരം പരാജയപ്പെട്ട് മത്സരിക്കുന്ന ഒരു നേതാവാണ്. അവസാനഘട്ട ലോട്ടറി അടിച്ചതുപോലെ ഇപ്പോൾ കാസർഗോഡ് ഉറച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് എന്തായാലും ഇവരുടെ രാഷ്ട്രീയം. അങ്ങനെ വീണ്ടും 2011-ലും 2016-ലും ഇദ്ദേഹം മത്സരിക്കുന്നുണ്ട്. വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് മത്സരിക്കുകയും അവിടുത്തെ ജനങ്ങൾ ഒരു പരിധിവരെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇദ്ദേഹം വടകരയിലേക്ക് ബസ് കയറുകയും പിന്നീട് ഇപ്പോൾ വട്ടിയൂർക്കാവിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ മുരളീധരൻ പോയ വട്ടിയൂർക്കാവല്ല, നിലവിലെ വട്ടിയൂർക്കാവ് വലിയ രീതിയിൽ അവിടെ മാറിയിട്ടുണ്ട്. അദ്ദേഹം നേമത്തെത്തിയപ്പോഴും തൃശ്ശൂരിലെത്തിയപ്പോഴും പറഞ്ഞത് കോൺഗ്രസിന് ബൂത്ത് തലത്തിൽ പോലും പ്രവർത്തകരില്ലെന്നും ആ ബൂത്ത് തലത്തിൽ പ്രവർത്തകരില്ലാത്തത് കൊണ്ടാണ് തൻ്റെ പരാജയത്തിന് കാരണമെന്നും അദ്ദേഹം പറയുന്നു. പോസ്റ്റർ ഒട്ടിക്കാൻ ആളില്ല, നോട്ടീസ് കൊടുക്കാൻ ആളില്ല, വോട്ട് പരിശോധിച്ച് വോട്ടർമാരെ കണ്ടെത്താൻ ആളില്ല. അങ്ങനെ ഒരു രീതിയിലേക്ക് നിലവിൽ വട്ടിയൂർക്കാവ് മാറിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ല പൊതുവെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ തന്നെ DCCയുടെ പ്രസിഡന്റായ പാലോട് രവി തന്നെ അത് തുറന്ന് സമ്മതിക്കുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചിലപ്പോൾ കേരളം മുഴുവനായിട്ടല്ല പറഞ്ഞത്, അദ്ദേഹം ചിലപ്പോൾ ഉദ്ദേശിച്ചത് തൻ്റെ തിരുവനന്തപുരം ജില്ല പരിശോധിക്കുകയാണ്. അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ച് നോക്കിയാൽ ഇത് കൃത്യമായി അറിയാമല്ലോ. എല്ലാ മണ്ഡലങ്ങളിലും 40,000-ലധികം വോട്ടുള്ള ഒരു പാർട്ടിയായി BJP മാറിയിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് കൃത്യമായി തന്നെ വ്യക്തമാകും. ഓരോ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ ഈ സീറ്റുകളുടെ സംഖ്യ വർദ്ധിക്കുകയല്ല, കുറയുകയാണ്. 20 ആകുന്നു, 18 ആകുന്നു, 10 ആകുന്നു, അങ്ങനെ കുറഞ്ഞ്
വന്നുകൊണ്ടിരിക്കുക. ഇതായിരിക്കും ചിലപ്പോൾ പാലോട് രവി തുറന്നു പറഞ്ഞത്. അത് പറഞ്ഞതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ്. ആ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജി എഴുതി വാങ്ങി. അതൊരു പുറത്താക്കുന്ന രീതിയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വലിയ വിമർശനം ഉണ്ടായപ്പോൾ രാജി എഴുതി വാങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ ആദ്യം ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ളത് തിരുവനന്തപുരത്തെ MP ശശി തരൂരിനെയാണ്. അതിനുള്ള ധൈര്യം അവർ കാണിക്കുന്നില്ല. എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് BJPക്ക് വലിയ ഗുണമാണ്. തിരുവനന്തപുരത്ത് BJPക്ക് വേണ്ടി സംസാരിക്കുന്ന നേതാക്കളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ശശി തരൂർ വരുന്നു, പാലോട് രവി വരുന്നു, ഇനി ആരാണ് വരുന്നതെന്ന് നാം കാത്തിരുന്ന് കാണണം. ഇങ്ങനെയാണെങ്കിൽ ശിവകുമാറും അടക്കമുള്ള ശക്തനും അടക്കമുള്ള പല നേതാക്കളും ഇത്തരം പ്രസ്താവനയുമായി രംഗത്ത് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം 2011 മുതൽ 2016 വരെ ആ മണ്ഡലം കൃത്യമായി തന്നെ കോൺഗ്രസിന് വലിയ രീതിയിൽ സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു. ആ സ്വാധീനമുണ്ടായിരുന്ന സ്ഥലത്തേക്ക് BJP കൃത്യമായി വളർന്നു കയറുന്നത് നാം കണ്ടു. അത് കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ 2ാം സ്ഥാനത്ത് വന്നു. ഒന്നുമില്ലെങ്കിൽ വലിയ ജനകീയനല്ല, എന്നിട്ട് പോലും PV രാജേഷ് ഉൾപ്പെടെ 38,000 വോട്ടുമായി 2ാമത് വരികയാണ്. കോർപ്പറേഷൻ പരിശോധിച്ചാൽ അറിയാം, അവിടുത്തെ പല വാർഡുകളും ഇന്ന് BJPയുടെ കൈവശമാണ്. പക്ഷെ വന്നിരിക്കുന്ന വാർഡുകളുടെ എണ്ണവും വളരെ കൂടുതലാണ്. പക്ഷെ അതിനെല്ലാം വലിയ രീതിയിൽ തരണം ചെയ്യാൻ നിലവിലെ MLA പ്രശാന്തിന് കഴിഞ്ഞിട്ടുണ്ട്. CPMന്റെ ഒരു ജനകീയ യുവമുഖമായ അദ്ദേഹം അന്ന് പ്രളയകാലത്താണ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ആ കാലത്ത് തന്നെ അദ്ദേഹത്തിന് ഭാഗ്യം കൊണ്ട് തിരഞ്ഞെടുപ്പ് വരുന്നു. അദ്ദേഹം വലിയ രീതിയിൽ വിജയിക്കുന്നു. ആ മണ്ഡലത്തിൽ എന്തായാലും അദ്ദേഹത്തെ നിലവിൽ പരാജയപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അദ്ദേഹം ഈ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ തന്നെ പല സ്ഥലങ്ങളുമുണ്ട്. BJPക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള, CPMന് പ്രവർത്തനം അനുവദിക്കാത്ത സ്ഥലങ്ങളിൽ പോലും ഇദ്ദേഹം അവിടെ എത്തി പ്രവർത്തനങ്ങൾ നടത്തി BJPക്കെതിരെ വലിയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് നാം കാണുന്നുണ്ട്. അങ്ങനെ ഒരു മണ്ഡലത്തിലാണ് കെ മുരളീധരൻ വീണ്ടും വരികയാണെങ്കിൽ അദ്ദേഹം നാം തൃശ്ശൂരിൽ കണ്ടതുപോലെ തന്നെ 3ാം സ്ഥാനത്തിലേക്ക് പോകും. തൃശ്ശൂരിൽ നാം കണ്ടത് എന്താണ്? അവിടുത്തെ കോൺഗ്രസ് ആയിരുന്നു അവിടുത്തെ MP. ആ കോൺഗ്രസ് ആയ MPയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് BJP. അപ്പോൾ ഈ കോൺഗ്രസിന്റെ നേതാവ് 3ാം സ്ഥാനത്തിലേക്ക് പോവുകയാണ്. അത് തന്നെയായിരിക്കും വട്ടിയൂർക്കാവിൽ സംഭവിക്കുക. അവിടെ മത്സരം BJPയും LDFും തമ്മിലായിരിക്കും. പ്രശാന്തും പത്മജ വേണുഗോപാലും തമ്മിൽ മത്സരം ഉണ്ടാകുമ്പോൾ അതിൽ വിജയിക്കുന്നത് ആ സമയത്ത് ട്രെൻഡും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ തന്ത്രങ്ങളും നോക്കി അവിടെ വിജയിച്ച് കയറാൻ കഴിയും. പക്ഷെ ഉറപ്പായി തന്നെ കോൺഗ്രസ് 3ാം സ്ഥാനത്തിലേക്ക് പോകും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പൂർണ്ണമായി തന്നെ അടിത്തറയെല്ലാം തകർന്നിരിക്കുകയാണ്. അടിത്തറ തകർന്നൊരു സ്ഥലത്തേക്ക് ഇനി ഏത് നേതാവ് വന്നാലും വിജയിക്കില്ല. അത് നാം നേമത്ത് കണ്ടതാണ്. ഈ നേമത്ത് മുരളീധരൻ വരുമ്പോൾ വലിയ രീതിയിലുള്ള വീമ്പ് പറച്ചിലുണ്ടായിരുന്നല്ലോ. കരുണാകരന്റെ മകനാണ്, കരുണാകരന്റെ മകൻ നേമത്ത് വരികയാണെങ്കിൽ വലിയ രീതിയിൽ വിജയിക്കും എന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി വന്നിട്ട് വോട്ടുകളൊക്കെ തിരിച്ചു പിടിക്കാം എന്നായിരുന്നു കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. എന്നിട്ട് ലഭിച്ചതോ വെറും 3ാം സ്ഥാനം മാത്രമാണ്. പക്ഷെ അത് BJP നല്ല വ്യത്യാസത്തിനാണ് 3ാം സ്ഥാനത്തേക്ക് BJPയിൽ നിന്ന് ഒരു 10,000 വോട്ട് തങ്ങളിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് BJP പരാജയപ്പെടുകയും ശിവൻകുട്ടി വിജയിക്കുകയും ചെയ്തു. പക്ഷെ മുരളീധരനെ പോലൊരു നേതാവ് വരുമ്പോൾ ഇത്രയും ദയനീയമായി ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല, അല്ലെ? മുരളീധരനെ പോലൊരു നേതാവ്, പ്രത്യേകിച്ചും ലീഡറുടെ മകൻ, തിരുവനന്തപുരം ലീഡറുടെ തട്ടകമായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, മാത്രമല്ല കോൺഗ്രസിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. അങ്ങനെയുള്ളിടത്ത് മുരളീധരന് ഇങ്ങനെ ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു തോൽവി ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തെ വീണ്ടും പരാജയപ്പെടുത്താൻ BJPയുടെ തന്ത്രം. ഇപ്പോൾ BJP നേരത്തെ തന്നെ ഇത്തരം സ്ഥാനാർത്ഥി പട്ടികയുമായി രംഗത്ത് വരാനുള്ള ശ്രമം നടത്തുകയാണ്. വട്ടിയൂർക്കാവിൽ പത്മജയും അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ കായംകുളവും, നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, തിരുവല്ലം അനൂപ് ആന്റണി അടക്കമുള്ള പൂഞ്ഞാർ ഷോൺ ജോർജ്, അതെല്ലാം വലിയ നീക്കത്തിലേക്കാണ് BJP എന്തായാലും ലക്ഷ്യമിടുന്നത്. പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വാധീനമുള്ള മണ്ഡലം തൃശ്ശൂരാണ്. ആ തൃശ്ശൂരിൽ നിന്നും വട്ടിയൂർക്കാവിൽ എത്തിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ അജണ്ട മുന്നിൽ വെച്ച് തന്നെയാണ് BJPയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്.